കറണ്ട് അഫയേഴ്സ് ചോദ്യോത്തരങ്ങൾ 2017 മാർച്ച് 15 മുതൽ 21 വരെ. മണിപ്പൂരിന്റെ പുതിയ മുഖ്യമന്ത്രി എൻ ബിരൻ സിംഗ്. ലോകത്തിൽ ആദ്യമായി ഫ്ലൂറസെന്റ് തവളയെ കണ്ടെത്തിയത് അർജന്റീന. ഔറംഗസേബ് ദ മാൻ ആൻഡ് ദ മിത്ത് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഔഡ്രെ ടസ്കി. അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയ ദ്രവ്യത്തിന്റെ പുതിയ അവസ്ഥ ടൈം ക്രിസ്റ്റൽസ്. മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായിരുന്ന മൈക്കിൾ ക്ലാർക്കിന്റെ ആത്മകഥ മൈ സ്റ്റോറി. മെർസേഴ്സ് ലിസ്റ്റ് സർവേയുടെ അടിസ്ഥാനത്തിൽ ലോകത്തിൽ ഏറ്റവും മികച്ച ജീവിത നിലവാരം പ്രദാനം ചെയ്യുന്ന നഗരങ്ങളിൽ 1-ാം സ്ഥാനത്ത് എത്തിയത് വിയന്ന. ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിന് നവജാത ശിശുക്കൾക്ക് വേണ്ടി KCR കിറ്റ് ഏർപ്പെടുത്തിയ സംസ്ഥാനം തെലങ്കാന. 3 മാസത്തേക്ക് നവജാത ശിശുക്കൾക്ക് ആവശ്യമായ സാധനങ്ങൾ അടങ്ങിയ കിറ്റ്. ഈ വർഷത്തെ ജി അരവിന്ദൻ പുരസ്കാരം നേടിയത് ഹൊബാം പവൻകുമാർ, മണിപ്പൂരി സംവിധായകൻ. കേരള നിയമസഭ സാമാജികൻ എന്ന നിലയിൽ തുടർച്ചയായി 50 വർഷം പൂർത്തിയാക്കുക എന്ന അപൂർവ നേട്ടത്തിനുടമയായ വ്യക്തി KM മാണി. അടുത്തിടെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി മേഖലയിലെ സുരക്ഷ ശക്തമാക്കുന്നതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിച്ച കമ്മിറ്റി മധുകർ ഗുപ്ത. മെർസേഴ്സ് സർവേയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച ജീവിത നിലവാരം പ്രദാനം ചെയ്യുന്ന ഇന്ത്യൻ നഗരമായി തിരഞ്ഞെടുത്തത് ഹൈദരാബാദ്. മത്സ്യബന്ധന രംഗത്തെ വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര കൃഷി മന്ത്രാലയം ആരംഭിച്ച പദ്ധതി മിഷൻ ഫിംഗർലിംഗ്. 2016 പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായ് രാഷ്ട്രീയ കൃഷി വിജ്ഞാൻ പ്രോത്സാഹന പുരസ്കാരം നേടിയത് രാമകൃഷ്ണ ആശ്രമം, ബംഗാൾ. അടുത്തിടെ കൃഷി ഉന്നതി മേള 2017 ആരംഭിച്ച നഗരം ന്യൂഡൽഹി. 2017 ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിന്റെ പ്രമേയം ബിൽഡിംഗ് എ ഡിജിറ്റൽ വേൾഡ് കൺസ്യൂമേഴ്സ് ക്യാൻ ട്രസ്റ്റ്. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അടുത്തിടെ തമിഴ്നാട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് അമ്മാവിൻ അരൺ, മദേഴ്സ് ഫോർട്രസ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള സസ്യ ഫോസിൽ കണ്ടെടുത്ത പ്രദേശം ചിത്രകൂട്, മധ്യപ്രദേശ്. പഞ്ചാബിന്റെ പുതിയ മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്. ക്രൈം ആൻഡ് ക്രിമിനൽ ട്രാക്കിംഗ് നെറ്റ്വർക്ക് ആൻഡ് സിസ്റ്റംസ് ലിങ്ക് ചെയ്ത ഇന്ത്യയിലെ ആദ്യ പോലീസ് പോസ്റ്റ് സഞ്ജൌലി പോലീസ് പോസ്റ്റ്, ഷിംല. അടുത്തിടെ ICCയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്നും രാജിവെച്ച വ്യക്തി ശശാങ്ക് മനോഹർ. അടുത്തിടെ കേന്ദ്ര സർക്കാർ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത് ഗോറോൾ, ബീഹാർ. 2017 നാഷണൽ തിയേറ്റർ ഫെസ്റ്റിവലിന്റെ വേദി തിരുവനന്തപുരം. അടുത്തിടെ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച സ്മോൾ ഫിനാൻസ് ബാങ്ക് ഇസാഫ് ബാങ്ക് ഉദ്ഘാടനം പിണറായി വിജയൻ. സ്വാതന്ത്ര്യലബ്ധിക്കു ശേഷം കേരളത്തിൽ നിന്നും ലൈസൻസ് ലഭിക്കുന്ന ആദ്യ ബാങ്ക്. 2017 റീജനറോൺ സയൻസ് ടാലന്റ് സെർച്ചിൽ അവാർഡിന് അർഹയായ ഇന്ത്യൻ അമേരിക്കൻ വംശജ ഇന്ദ്രാണി ദാസ്. അടുത്തിടെ ഇന്റർനാഷണൽ വിഷൻ സീറോ കോൺഫറൻസിന് വേദിയായ നഗരം ന്യൂഡൽഹി. ഉത്തരാഖണ്ഡിന്റെ പുതിയ മുഖ്യമന്ത്രി ത്രിവേന്ദ്ര സിംഗ് റാവത്ത്. അടുത്തിടെ ന്യൂയോർക്കിൽ നടന്ന ലേലത്തിൽ 11.09 കോടി രൂപ ലഭിച്ച രാജ രവിവർമ്മ ചിത്രം ദമയന്തി. അടുത്തിടെ അന്തരിച്ച സാഹിത്യ നൊബേൽ ജേതാവായ വിഖ്യാത കരീബിയൻ കവി ഡെറിക് വാൽകോട്ട്. കുട്ടികളിൽ ജന്മനാൽ ഉണ്ടാവുന്ന പാരമ്പര്യ ജനിതക രോഗങ്ങൾ തടയാനായി 3 പാരന്റ് IVF സാങ്കേതിക വിദ്യയ്ക്ക് നിയമാനുമതി നൽകിയ ആദ്യ രാജ്യം ബ്രിട്ടൻ. അടുത്തിടെ അപേക്ഷകന് 3 മിനിറ്റിനുള്ളിൽ തന്നെ ഡിജിറ്റൽ രൂപത്തിൽ വായ്പ ലഭ്യമാക്കുന്ന ലാസ് സംവിധാനം അവതരിപ്പിച്ച ബാങ്ക് HDFC. അടുത്തിടെ ഇന്ത്യയുമായി സാമൂഹ്യ
സുരക്ഷാ ഉടമ്പടിയിൽ ഒപ്പുവച്ച രാജ്യം ബ്രസീൽ. അടുത്തിടെ ഇന്ത്യൻ റെയിൽവേയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ധാരണയിൽ ഏർപ്പെട്ട ഓസ്ട്രേലിയൻ സർവകലാശാല മൊനാഷ് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റെയിൽവേ ടെക്നോളജി. മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ ട്രെയിൻ മേധ ഉദ്ഘാടനം സുരേഷ് പ്രഭു. ഇന്ത്യയുടെ നാഷണൽ ഹൈഡ്രോളജി പ്രോജക്ടിന് $175 മില്യൺ ധനസഹായം അനുവദിച്ച സ്ഥാപനം ലോകബാങ്ക്. അടുത്തിടെ അന്തരിച്ച ഇന്ത്യൻ കാലാവസ്ഥാ ശാസ്ത്രത്തിന്റെ പിതാവും മൺസൂൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതുമായ വ്യക്തി ദേവ്രാജ് സിക്ക. അടുത്തിടെ എത്ര രൂപയുടെ പ്ലാസ്റ്റിക് നോട്ടുകൾ പ്രിന്റ് ചെയ്യാനുള്ള അനുമതിയാണ് RBIക്ക് ലഭ്യമായത്? 10 രൂപ. ഉത്തർപ്രദേശിന്റെ പുതിയ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്ന ഏറ്റവും നീളം കൂടിയ ടണൽ റോഡ് സ്ഥിതി ചെയ്യുന്നത് ജമ്മു ശ്രീനഗർ ഹൈവേ. ഇൻഡിക്ക എ ഡീപ് നാച്ചുറൽ ഹിസ്റ്ററി ഓഫ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് പ്രണയ് ലാൽ. ഇന്ത്യയിൽ എവിടെയും അടിയന്തര സാഹചര്യങ്ങളിൽ പോലീസിനെ വിളിക്കുന്നതിനായി നിലവിൽ വരാൻ പോകുന്ന ഒറ്റ നമ്പർ 112. അടുത്തിടെ അന്തരിച്ച റോക്ക് ആൻഡ് റോൾ ഇതിഹാസം ചക്ക് ബെറി. സ്തനാർബുദത്തെക്കുറിച്ച് സ്ത്രീകൾക്ക് അവബോധം നൽകുന്നതിനായുള്ള ലോകത്തിലെ ആദ്യ മൊബൈൽ ആപ്പ് ABC ഓഫ് ബ്രസ്റ്റ് ഹെൽത്ത്. നമാമി ബ്രഹ്മപുത്ര ഫെസ്റ്റിവൽ ആരംഭിക്കുന്ന സംസ്ഥാനം ആസാം. 3 ദിവസം നീണ്ടു നിൽക്കുന്ന അന്താരാഷ്ട്ര ബുദ്ധമത സമ്മേളനത്തിന്റെ വേദി രാജ്ഗീർ. ഏഷ്യയിലെ ആദ്യത്തെ എയർബസ് ട്രെയിനിംഗ് സെന്റർ നിലവിൽ വരുന്നത് ന്യൂഡൽഹി. യൂണിവേഴ്സിറ്റീസ് ഓഫ് ദ ഫ്യൂച്ചർ നോളജ് ഇന്നൊവേഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി 3 ദിവസം നീണ്ടു നിൽക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പ്രണബ് മുഖർജി, ഹരിയാന. 2017 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം 122. അടുത്തിടെ ഉത്തരാഖണ്ഡ് ഹൈക്കോടതി നിയമപരമായി വ്യക്തികളായി പ്രഖ്യാപിച്ച നദികൾ ഗംഗ, യമുന. 2017 വിജയ് ഹസാരെ ട്രോഫി ജേതാക്കൾ തമിഴ്നാട്. അടുത്തിടെ ലയനം പ്രഖ്യാപിച്ച മൊബൈൽ സേവന ദാതാക്കൾ ഐഡിയ, വോഡഫോൺ. 2017 ഇന്ത്യൻ വെൽസ് മാസ്റ്റേഴ്സ് ടൈറ്റിൽ BNB പാരിബാസ് ഓപ്പൺ നേടിയത് റോജർ ഫെഡറർ. ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് കാർഷിക ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി ICICI ബാങ്ക് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ മേരാ ഐ മൊബൈൽ. ബഹിരാകാശ വാഹനങ്ങളുടെ പരീക്ഷണത്തിന് നിർണായക പങ്ക് വഹിക്കുന്ന ഹൈപ്പർ സോണിക് വിൻഡ് ടണൽ ISRO കമ്മീഷൻ ചെയ്തത് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, തുമ്പ. 2017 ലോക വനദിനത്തിന്റെ പ്രമേയം ഫോറസ്റ്റ് ആൻഡ് എനർജി. ഇൻഫ്രാറെഡ് കിരണങ്ങൾ ഉപയോഗിച്ച് നിലവിലെ വൈഫൈ സ്പീഡിനേക്കാൾ 100 മടങ്ങ് വേഗത്തിലുള്ള വൈഫൈ സംവിധാനം വികസിപ്പിച്ചത് എയ്ൻഡോവൻ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി, ദ നെതർലാൻഡ്സ്. അടുത്തിടെ ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ സിനിമാ അവാർഡിന് അർഹനായത് അടൂർ ഗോപാലകൃഷ്ണൻ. ഫോബ്സിന്റെ 2017 അതിസമ്പന്നരുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് ബിൽ ഗേറ്റ്സ്. ഏറ്റവും സമ്പന്നയായ വനിത ലിലിയാൻ ബെറ്റൻകോട്ട്, കമ്പനി ലോറിയൽ. ഇന്ത്യയിൽ മുകേഷ് അംബാനിയും മലയാളികളിൽ MA യൂസഫലിയുമാണ് അതിസമ്പന്നരുടെ പട്ടികയിൽ ഒന്നാമത്.